എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ കേറ്ററ്റ് എക്സാമിന് വേണ്ടി എല്ലാവരും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചത് കൊണ്ട് മാത്രം നിങ്ങൾ കേറ്ററ്റ് എക്സാം പാസ്സാകണമെന്നില്ല. അതായത് ചില കാര്യങ്ങൾ കൂടി എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾ പാസ്സാകത്തുള്ളൂ. അങ്ങനത്തുള്ള എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ പറ്റി അറിയണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യുക. OMR ഷീറ്റ്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ആയിരിക്കും എന്നതിനെ പറ്റിയിട്ടുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക, തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ് ഏത് ID കാർഡ് നിങ്ങൾ കൊണ്ടു ചെല്ലണം എന്നതിനെ പറ്റി. സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും കയ്യിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. പാൻ കാർഡ് ഉണ്ടാവും, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാവും, പിന്നെ ആധാർ ഉണ്ടാവും, പാസ്പോർട്ട് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല. നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് എന്താണോ കൊടുത്തിരിക്കുന്നത്, ഇപ്പോൾ ആധാർ ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പ്രിൻ്റ് എടുത്ത സമയത്ത് അതിനകത്ത് ആധാറിൻ്റെ നമ്പരും ആധാറെന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഹാൾ ടിക്കറ്റ് വരുമ്പോൾ അതിനകത്തും ആധാറും ആധാറിൻ്റെ നമ്പരും കാണുമായിരിക്കും. അപ്പോൾ ആ ഒരു രേഖ ഹാൾ ടിക്കറ്റിൽ അപ്ലൈ ചെയ്ത സമയത്ത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റിലുള്ള രേഖ എന്താണോ, അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന രേഖ എന്താണോ, അത് തന്നെയാണ് നിങ്ങളുടെ എക്സാം ഹാളിൽ കൊണ്ടു ചെല്ലേണ്ടത്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് എക്സാം എഴുതാനും പറ്റത്തില്ല, നിങ്ങളുടെ അവസരവും നഷ്ടമാകും. പിന്നീട് കൊണ്ടുവരാമെന്ന് വെച്ച സമയത്ത് ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു എക്സാം പറ്റുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് അബദ്ധം പറ്റി, അപ്പോൾ ഒരു മണിക്കൂർ മുമ്പേ ഒരു എക്സാം സെൻറ്ററിൽ എത്തിയിരിക്കണം. അവിടെ വെച്ച് നിങ്ങൾക്ക് അബദ്ധം മനസ്സിലായി, നിങ്ങൾ ആധാറല്ല എടുത്തിരിക്കുന്നത്, നിങ്ങൾ അതിലിരിക്കുന്നത് ഇലക്ഷൻ ID ആണ്. അപ്പോൾ തന്നെ മറ്റവരെ അറിയിക്കുക, ഓഫീസിൽ പോയി കാര്യം പറയുക. അപ്പോൾ അവരൊരു അഭിപ്രായം പറയാൻ ആരെങ്കിലും കൊണ്ടുവന്ന രേഖകൾ കൊണ്ടുവരാമെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾ സ്വയം പോയി, നിങ്ങളെ വണ്ടിയിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ സ്വയം പോയി വീട്ടിൽ പോയി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ അനുവദിക്കും എന്ന് അവർ എന്തെങ്കിലും ഒരു ഓപ്ഷൻ അവർ നൽകും. അല്ലാതെ എക്സാം ഹാളിൽ കയറിയതിന് ശേഷമാണ് അത് പറയുന്നതെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് പുറത്താവേണ്ടി വരും. എക്സാം ഹാളിന് പുറത്താവേണ്ടി വരും, നിങ്ങളുടെ അവസരവും നഷ്ടമാകും. അപ്പോൾ നിങ്ങൾ ഹാൾ ടിക്കറ്റിൽ എന്താണോ അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത സമയത്ത് ഏതാണെന്നുള്ളത് ഓർത്ത് വെക്കുക, അത് തന്നെ കൊണ്ടുപോവുക. അത് തന്നെ ആയിരിക്കും, അതിൻ്റെ ഒറിജിനൽ തന്നെ കൊണ്ടുപോവുക. അതിൻ്റെ കോപ്പിയൊന്നും കൈ വെക്കേണ്ട കാര്യമൊന്നുമില്ല, ഒറിജിനൽ തന്നെ കൊണ്ടുപോവുക, എക്സാം എഴുതുക. ഓക്കെ.